ശ്രീ സന്ദീപ് വാര്യർ 27 കോടി 14 ലക്ഷം രൂപയാണ് കഴിഞ്ഞ കേരളീയത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. ഒരു മാസം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടത് 900 കോടിയിലധികമാണ്. അപ്പോൾ സർക്കാരിന്റെ ചെലവുകളുടെ മൊത്തം ഒരു അനുപാതമെടുത്താൽ വളരെ ചെറിയ ഒരു തുക മാത്രമാണ്. ബാക്കി സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തുന്നത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ഭാരമൊന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. എന്ന് മാത്രമല്ല, ഇതൊരു സിഗ്നേച്ചർ പരിപാടിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യവും. ഇത്തവണ ഫെസ്റ്റിവൽ മന്ത് എന്നുള്ള നിലയിൽ ഡിസംബറിനെയാണ് കേരളീയത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ വലിയ അപാകം ബിജെപിക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷ്, നമുക്ക് ചില വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി CPM-ന്റെ പ്രതിനിധി ശ്രീ പ്രകാശിനോട് നേരിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കേരളം വലിയ വികസന മുന്നേറ്റത്തിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്നയാളുടെ കയ്യിൽ അത് സംബന്ധിച്ച കണക്കുകൾ ഉണ്ടായിരിക്കണമല്ലോ. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു, വലിയ തോതിൽ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു, ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള FDI എത്രയാണ്? എത്ര കോടി രൂപയാണ്? കൃത്യമായ കണക്ക് പറയണം, തെറ്റിദ്ധരിപ്പിക്കരുത്. ഇവിടെ കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുക എന്നുള്ളത് BJP-ക്കും കോൺഗ്രസിനും വളരെയേറെ താല്പര്യമുള്ള വിഷയമാണ്. ഇത് ഇകഴ്ത്തി കാണിക്കലല്ല, കണക്കാണ് ചോദിച്ചത്. സംസ്ഥാനമല്ല, FDI ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കണക്കാൻ പറയുന്നത്. കണക്ക് പറയൂ, എത്ര രൂപ കിട്ടി? കണക്കായം ചോദിക്കുന്നത് എത്ര രൂപ കിട്ടി? ഞാൻ കണക്കായം പറയുന്നത് പറയൂ. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നേരെ നിങ്ങളെ കുട്ടിയൊന്നല്ലല്ലോ. ഞാൻ കണക്കാ പറയുന്നത്. ശിശുമരണ നിരക്കിൽ കേന്ദ്രം 1000-ൽ ഈ രാജ്യത്തെ എത്രാം സ്ഥാനത്താണ്? മാതൃമരണ നിരക്കിൽ കേരളം 97ആണ്, 19ആണ് കേരളം. 1000-ലേക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നത് 70ആണ്. കേരളത്തിൽ സാമൂഹിക പുരോഗതി കാര്യമല്ല ചോദിച്ചത്. ആളോഹരി വരുമാനം ഇതല്ല ചോദിച്ചത്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എത്ര കൊണ്ടുവന്നു? അതാ പറഞ്ഞത്. ചക്ക എന്ന് ചോദിക്കുമ്പോ ചുക്കെന്ന് പറയല്ലേ, ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോ മറ്റു പല കാര്യങ്ങളും പറയല്ലേ. കേരളത്തിലേക്കാണ് പിന്നെ കേരള സംസ്ഥാനത്തേക്ക് എത്ര FDI വന്നു? നിങ്ങൾ ആളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഫോറിൻ ഡയറക്ട് FDI നേരിട്ട് കൊണ്ടുവരാൻ കേരളത്തിലേക്ക് എത്ര FDI വന്നു? നിങ്ങൾ പറയൂ. കേരളത്തിലേക്ക് എത്ര FDI വന്നു? കണക്കുണ്ട്. എന്റെ കയ്യിൽ കണക്കുണ്ട്. എന്റെ കയ്യിൽ കണക്കുണ്ട്. ഫോറിൻ ഡയറക്ട് എന്റെ കയ്യിൽ കണക്കുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കണക്കുണ്ടാവും. മാഷ് ഉരുളണ്ട. ഇവിടെ കേരളം പിന്നെ കേരളത്തിലേക്ക് സ്റ്റേറ്റല്ലേ കൊണ്ടുവരേണ്ടത്? നിങ്ങളുടെ പോളിസികളിലെ കേരളത്തിലേക്ക് FDI കൊണ്ടുവരുന്നത് വിദേശ രാജ്യ നിക്ഷേപം. അറിയില്ല. ഞാൻ പറയാം. അഭിലാഷ് ഒന്നിടപെടും. ഞാൻ ചോദ്യത്തിന് കേരളത്തിലേക്ക് വിദേശ നിങ്ങൾ വെറുതെ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, വിദേശ നിക്ഷേപം നരേന്ദ്രമോദിയുടെ അനുവാദമില്ലാതെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരമുണ്ടോ? നിങ്ങൾ പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നേരിട്ട് കൊണ്ടുവരാൻ പിണറായി വിജയൻ അധികാരമുണ്ടോ? പറയൂ. ശരി, സമ്മതിച്ചു. കേരളത്തിന്റെ മന്ത്രി ഒരു സെക്കൻഡ് സന്ദീപ് പറയൂ. അല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നല്ല വിദ്യാസമ്പന്നരായ യുവാക്കളൊക്കെ ഉണ്ടല്ലോ. അതാണ് എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് വരുന്നതിൽ നരേന്ദ്രമോദി തടസ്സം രേഖപ്പെടുത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദാഹരിക്കുന്നത് പ്രളയകാലത്ത് റെഡ് ക്രസന്റ് കൊടുക്കാമെന്നേറ്റ പണം തടഞ്ഞു എന്നുള്ളതാണ്. അത് രാജ്യത്തിന് കിട്ടാവുന്ന സഹായം, വിദേശത്ത് നിന്ന് ഈ ദുരിതാശ്വാസ സമയത്ത് സഹായം സ്വീകരിക്കേണ്ട എന്നുള്ളത് സുനാമി കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് എടുത്ത പോളിസിയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വ്യാവസായിക നിക്ഷേപം ഉണ്ടാക്കുന്നത് അത് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പണ്ട് ജിം നടത്തിയത്. അതിനാണ് നമ്മൾ പണ്ട് ജിം ഒരു മിനിറ്റ് അതിനാണ് നമ്മൾ പണ്ട് ജിം നടത്തിയത്. അതിനാണ് ഗുജറാത്തിൽ ഒരു സെക്കൻഡ് അദ്ദേഹത്തിന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ ശ്രീ പ്രകാശ്. അത് കടമെടുക്കല്ലേ? ഞാൻ അങ്ങേക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. പറയൂ. എന്റെ അഭിലാഷേ, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്തിനു വേണ്ടിയാന്ന് പോലും അറിയാത്ത CPM-ന്റെ പ്രതിനിധി ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് കേരളത്തിൽ തുടങ്ങിയിട്ടുള്ള വ്യവസായത
കേരളത്തിൽ വ്യവസായ നിക്ഷേപം വരുന്നതിനാണ് മാഷെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം FDI ആയി കേരളത്തിലേക്ക് എന്ത് നിക്ഷേപം വന്നു, ഏതേത് പദ്ധതികൾ നിക്ഷേപിക്കപ്പെട്ടു, അങ്ങനെ കേരളത്തിൽ എത്ര എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടായി, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പുതുതായിട്ട് എന്ത് സംഭാവന വന്നു, ഇതാണ് ചോദിച്ചത്. മസാല ബോണ്ട് FDI ആണ്, അല്ലെങ്കിൽ റെഡ് ക്രോസിന് കൊടുക്കുന്ന സഹായം FDI ആണ് എന്നൊക്കെ പറയുന്ന CPM-ന്റെ പ്രതിനിധിയുടെ നിലവാരം കണ്ടിട്ട് എനിക്ക് CPM-നോട് സഹതാപമേ ഉള്ളൂ. കേവലം ഇവരൊക്കെയാണല്ലോ ഈ കേരളത്തെ ഇങ്ങനെ ഭരിച്ചങ്ങ് മുന്നോട്ട് നയിക്കുന്നത്. ഇവരാണല്ലോ കേരളത്തിന്റെ നയരൂപീകരണ സമിതികളിൽ ഇരിക്കുന്നത്. എന്റെ കേരളത്തെ ആലോചിച്ച് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ഇത്ര നിലവാരമില്ലാത്ത രീതിയിൽ എന്താണ് FDI എന്ന് പോലും അറിയാത്തവർ കേരളത്തെ നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം. ഇവിടെ പ്രകാശൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ, മാതൃഭൂമി പരസ്യത്തിലല്ലേ നിലനിൽക്കുന്നത്? ശരിയാണ്, മാതൃഭൂമി സ്വകാര്യ സ്ഥാപനമാണ്. മാതൃഭൂമിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റിൽ നിന്നാണ്. കേരള ഗവൺമെന്റിന്റെ റവന്യൂ എവിടുന്നാണ് ജനറേറ്റ് ചെയ്യേണ്ടത്? സ്പോൺസർഷിപ്പ് എന്നാണോ? അല്ല, നിങ്ങൾ ടാക്സ് പിരിച്ച് കേരളത്തിന്റെ റവന്യൂ ജനറേഷൻ കൂട്ടണം. ആ ടാക്സ് പിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FDI വന്ന് കേരളത്തിൽ പുതിയ ഇൻവെസ്റ്റ്മെന്റ് വന്ന് ഇവിടെ നിക്ഷേപങ്ങൾ വന്ന് ഇവിടെ വ്യാവസായിക സ്ഥാപനങ്ങൾ ഉണ്ടാവണം, ഇവിടെ പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ ടാക്സ് ബേസ് വർദ്ധിക്കണം. അങ്ങനെ ടാക്സ് ബേസ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ഖജനാവിലേക്ക് കൂടുതൽ പണം വരും. അങ്ങനെ ടാക്സ് പിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ടാക്സ് പിരിക്കാനുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നില്ല. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പകരം നിങ്ങൾ എന്താണ്, പിന്നെ സർവത്ര മുടിഞ്ഞ് ഇവിടെ പണം ഒട്ടുമില്ലാത്ത ആളുകൾ കയ്യിൽ പൈസ ഉള്ള സമയത്താണ് നിങ്ങൾ വീട്ടിൽ വലിയ വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഒരു പണവും ഇല്ല. നിങ്ങൾ KSRTC-കാരുടെ ശമ്പളം ഈ മാസം പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല, ഇപ്പോഴും പെൻഡിംഗ് ആയി കിടക്കുന്നു. പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല, പെൻഡിംഗ് ആയി കിടക്കുന്നു. ഇവിടുത്തെ NHRM-ൽ പെൻഡിംഗ് വരുന്നു. ഡോക്ടർമാരെ പ്രതിഷേധത്തിലാണ്. ഇങ്ങനെ ഓരോരോ സാഹചര്യങ്ങൾ. ഇവിടെ നെൽകർഷകരുടെ പണം നിങ്ങൾ കൊടുത്തിട്ടില്ല. നെൽകർഷകർ കണ്ണീരിലാണ് കിടക്കുന്നത്. അങ്ങനെ ഈ സംസ്ഥാനത്ത് ഒട്ടുമിക്കവാറും സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ മുഴുവൻ പണം കൊടുക്കാൻ പറ്റാതെയും കേരളത്തിലെ വികസന പദ്ധതികളിൽ പണം മുടക്കാൻ കഴിയാതെയും കേരളം ഇങ്ങനെ മുച്ചൂടും മുടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പണം പിരിച്ചുകൊണ്ട് സ്പോൺസർമാരിൽ നിന്ന് കണ്ടെത്തിക്കൊണ്ട് കേരളീയം എന്ന മാമാങ്കം സംഘടിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളെ ആരെയാണ് ആക്ഷേപിക്കുന്നത്? ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു പൊതുതാൽപര്യ ഹർജിയുണ്ട്. കേരള ഹൈക്കോടതി അക്കാര്യത്തിൽ സർക്കാരിനോട് വിശദീകരണം തരും. എന്താണെന്നറിയോ? പാറമട മുതലാളിമാരുടെ കേസുകളിൽ സർക്കാർ മനഃപൂർവ്വം തോറ്റുകൊടുക്കുന്നു എന്ന സംശയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വെറും സംശയമല്ല. പാറമട മുതലാളിമാർ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തതിന് കേരള ഖജനാവിലേക്ക് അടക്കേണ്ട പിഴ, ആ പിഴ നീട്ടിക്കിട്ടാൻ വേണ്ടി അവർ കോടതിയിൽ പോകുന്ന സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, സംസ്ഥാന സർക്കാരിന്റെ വക്കീലന്മാർ മിണ്ടുന്നില്ല. ഇവിടെ നോക്കൂ, ആർക്കൊക്കെയാണ് പണം കിട്ടുന്നത്? പണം കൃത്യമായി കിട്ടുന്നത് ധനകാര്യമന്ത്രി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായ പണം കിട്ടുന്നുണ്ട്. മുൻ ധനകാര്യമന്ത്രി ആയുർവേദ ചികിത്സയ്ക്ക് പോയി തോർത്തും അതുപോലെ പഴംപൊരിയും വാങ്ങിയാലടക്കം അതിന്റെ പണം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇവിടെ മന്ത്രിമാർക്ക് പണം കൃത്യമായി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്നവർക്കുണ്ട്. ഈ കേരളീയം എന്ന് പറയുന്ന ഈ ഉഡായിപ്പ് പരിപാടി പോലും വാസ്തവത്തിൽ മരുമകന്റെ ബന്ധുക്കളുടെ ഈവന്റ് മാനേജ്മെന്റുള്ള പരിപാടിയാന്ന് ആർക്കാ അറിയാത്തത്? ആർക്കാ ഇതറിയാത്തത്? അപ്പൊ ഈ ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കരുത്. FDI എന്താണെന്ന് അറിയില്ല, വിദേശ നിക്ഷേപം എന്താണെന്ന് അറിയില്ല, അത് കൊണ്ടുവരേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിയില്ല, മസാല ബോണ്ട് FDI ആണെന്ന് അറിയില്ല, അതല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ സഹായം FDI ആണെന്നൊക്കെ പറയുന്ന CPM-ന്റെ ഈ താത്വിക ആചാര്യന്മാരാണ് കേരളത്തിന്റെ സാമ്പത്തിക നയത്തെ ഇതുപോലെ വഷളാക്കിയത്. നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ അധികാര കസേരയിലിരിക്കാൻ ഒരു യോഗ്യതയുമില്ല. നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർക്കോട് ജോലി അവസരമില്ല. അവരൊക്കെ കേരളത്തെ നയിക്കുന്നത് ഇത്തരക്കാരാണല്ലോ എന്നോർത്ത് ഈ ചർച്ച കണ്ട് സഹതപിക്കുന്നുണ്ടാകും. അതിലപ്പുറം ഒന്നും നിങ്ങളെ കുറിച്ച് പറയാനില്ല.